ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ വിക്ടിംസിനും ആക്ച്വലി സങ്കടമാണത്. ഞങ്ങളിന്ന് കുറച്ച് ആൾക്കാരെ ഡീഫെയിം ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റട്ടാ, ബ്രില്യൻറ്റ് സൈക്കോപാത്താണ് പുള്ളി. അതായത് ബ്രില്യൻറ്റ് സൈക്കോപാത്താണ്. അപ്പോൾ കുറേ പേരുടെ ഒരു ലിസ്റ്റ് വന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്റ്റീഫൻ ഹോക്കിങ്സ്, എലോൺ മസ്ക്, മൈക്കിൾ ജാക്സൺ. ആൾക്കാരെ പറ്റിക്കുന്നു. ഞാനും കള്ളൻ, അവനും കള്ളൻ. അപ്പൊ രണ്ട് കള്ളന്മാരുണ്ടെങ്കിൽ ഒരു പെരുങ്കള്ളനാവും, ഡബിൾ പറ്റിക്കൽ പറ്റിയ. അപ്പൊ അതുകൊണ്ട് ഓക്കെ മസാജിങ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്, ഇയാളുടെ മാൻഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞോട്ട് അവിടെ പുള്ളിയുടെ റൂമിലൊരു ടേബിൾ ഉണ്ട്. എപ്സ്റ്റീനും ഗേ കപ്പിൾസ് ആണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യനിങ്ങിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ഉണ്ട്, ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അവനെ എന്താണ് നമ്മുടെ ടോപ്പിക്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എപ്സ്റ്റീൻ ഫയൽസ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, ഇന്ന് 3 ഡിസ്ക്ലൈമേഴ്സ് ഒന്നുമില്ല, ഒറ്റ ഡിസ്ക്ലൈമറേ ഉള്ളൂ. അതെ, ഞങ്ങളിന്ന് കുറച്ച് ആൾക്കാരെ ഡീഫെയിം ചെയ്യുന്നതായിരിക്കും. കുറച്ച് ആൾക്കാർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് കൂടുതൽ ആൾക്കാർ എന്തായാലും ഡീഫെയിം ചെയ്യുന്നതായിരിക്കും. യെസ്, തുടങ്ങാം. അപ്പോൾ നമ്മൾ കുറച്ച് അധിക കാലമായിട്ട് കേട്ടുവരുന്നൊരു പേരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. അപ്പോൾ കുറേ പേരുടെ ഒരു ലിസ്റ്റ് വന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്റ്റീഫൻ ഹോക്കിങ്സ്, എലോൺ മസ്ക്, മൈക്കിൾ ജാക്സൺ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ നമ്മുടെ അനുരാഗ് കശ്യപ്, ലിയനാർഡോ ഡിക്കാപ്രിയോ, ഇങ്ങനെ കുറേ പേരെ പേര് നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ലിസ്റ്റിൽ ഇങ്ങനെ പേര് വന്നെന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളൊരു പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. അവിടെയാണ് ഈ പറഞ്ഞ എപ്സ്റ്റീൻ്റെ ഒരു സംഭവം നമ്മൾ കാണേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ കുറേ സോഷ്യോപാത്തുകളെയും സൈക്കോപാത്തുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സോഷ്യോപാത്തിൻ്റെ കയ്യിൽ പണവും പവറും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അപകടകരമാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു മനുഷ്യൻ. ജെഫ്രി എപ്സ്റ്റീൻ. അതെ, അപ്പോൾ ഈ ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തോരം, ഇപ്പം അഭിം പറഞ്ഞ് ഈ പുള്ളിക്കാരൻ ഭയങ്കര റിച്ചാണ്. അപ്പോൾ എന്തോരം റിച്ചാന്ന് പറഞ്ഞാൽ സിമ്പിൾ. ന്യൂയോർക്കിലൊരു മാൻഷൻ, പാരീസിലൊരു വലിയ അപ്പാർട്ട്മെൻറ്റ്, പിന്നെ നമ്മുടെ കരീബിയനിലെ US വിർജീനിയ ഐലൻഡ്സിൽ പുള്ളിക്കൊരു ഐലൻഡ് തന്നെ ഉണ്ട്, സ്വന്തമായ ഒരു ഐലൻഡ്. പിന്നെ 2 പ്ലെയിൻ, 2 എണ്ണം. അതിലൊരെണ്ണം ഒരു ബോയിങ് 727 ബോയിങ് 727 എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്ലെയിനില്ലേ, വലിയ പ്ലെയിൻ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയിനും ഒരു പ്രൈവറ്റ് ജെറ്റും ഉണ്ട് ഇയാൾക്ക്. പോരാത്തതിന് പാം ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. നമ്മൾ മറ്റേ ദുബായ് പാം ജുമേറ അല്ല, ഫ്ലോറിഡ, US ഫ്ലോറിഡ, പാം ഐലൻഡ്. ഈ പാം ഐലൻഡിനെ പറ്റി ആദ്യം പറയാം. ഈ സാധനത്തിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡിലോട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല. പൈസ മാത്രമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു മാൻഷൻ വാങ്ങാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അവിടെ താമസിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് അവിടെ താമസിച്ചു വരുന്ന വലിയൊരു ബിസിനസ് ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ ബിസിനസ് ഫാമിലീസിനോ അല്ലെങ്കിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനോ അങ്ങനെയുള്ളവർക്കാണ് അവിടെ കൂടുതലായിട്ട് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് താമസിച്ചു വരുന്നത്. അതെ, അവിടുത്തെ മെയിൻ സാധനം പ്രൈവസിയാണ്. അതായത് ആ ഒരു ഐലൻഡ് എത്രത്തോളം പ്രൈവറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ NYPD ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ പോലെ പാം ഐലൻഡിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ പറഞ്ഞിട്ട് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അത്രയും പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അതെ. അപ്പോൾ ഈ എപ്സ്റ്റീനെ പോലുള്ള ഒരാൾക്ക് അവിടെ എങ്ങനെ ഒരു മാൻഷൻ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. അവിടെയാണ് പുള്ളി പറഞ്ഞിട്ട് പുള്ളിയുടെ പണവും ഇൻഫ്ലുവൻസും കൊണ്ട് അവിടെ ഒരു സ്ഥലം വാങ്ങി. അതെ, അതായത് ഈ പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും റോൾസ് റോയ്സ് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ പാം ഐലൻഡിലോട്ട് കയറി പറ്റുന്നത്. അതായത് നമുക്ക് ചുമ്മാ പോയിട്ട് എടുക്ക് ചേട്ടാ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റ് കിട്ടൂല. അപ്പോൾ അതാ പറഞ്ഞത്, അപ്പോൾ പുള്ളി അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പോൾ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടായത്. അതെ, ഫ്ലാറ്റ് അല്ല, പുള്ളി മാൻഷൻ വാങ്ങി. അപ്പോൾ പുള്ളി അതുപോലെ തന്നെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ടൈപ്പ്, ആദ്യം മിണ്ടാത്തൊരു ടൈപ്പാണ്. പിന്നെ അവിടെ ഉള്ള ആൾക്കാർ ഈ പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പുള്ളിയുടെ അയൽക്കാരനായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 വീട് കഴിഞ്ഞ് അടുത്ത വീട് ഡൊണാൾഡ് ട്രംപിനോട്. ഡൊണാൾഡ് ട്രംപും ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഈ നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററി ഉണ്ട് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫിൽത്തി റിച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 2 എപ്പിസോഡ് ഫുള്ള് ട്രംപിന്റെ ഫോട്ടോ, ട്രംപിന്റെ ഫുൾ ഫിഗർ, ട്രംപിന്റെ ഫോട്ടോ, ട്രംപിന്റെ. ഞാനത് മൊത്തത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ എന്നെക്കാളും കൂടുതൽ നിനക്ക് കാര്യം കൂടുതൽ സംസാരിക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ പാം ബീച്ചിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ
പുള്ളിക്കാരൻ അവിടെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അവിടെ വലിയൊരു ഇമേജ് കൊടുക്കാണ്ട് ഭയങ്കര സീക്രട്ടായിട്ട് താമസിച്ചു വരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇയാളുടെ വീട്ടിലോട്ട് ഈ പ്രായമില്ലാത്ത പെൺപിള്ളേർ കയറി പോകുന്നുണ്ട്, തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാവർക്കും സംശയം തോന്നുമല്ലോ, എന്താണ് ഈ പറഞ്ഞത് ഈ കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയാവാത്ത പെൺപിള്ളേർ എന്തിനാ അങ്ങോട്ട് പോകണം, ഈ പറഞ്ഞിട്ട് എന്തിനു പോകണം എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ഡൗട്ട് തോന്നിയിട്ട് നീ പറഞ്ഞല്ലോ നേരത്തെ, അവിടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഐലൻഡിന്റെ കാര്യം നോക്കാൻ വേണ്ടി ഉണ്ട്. അപ്പോൾ അവരിലോട്ട് കേസ് പോയായിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അവർ പോയി അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങി വരുന്ന പെമ്പിളോട് ചോദിക്കുമ്പോൾ അവർ 18 വയസ്സ് കഴിഞ്ഞവരാണ്. അതെ, അപ്പോൾ മൈനേഴ്സ് അല്ല. അപ്പോൾ അവരതിങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു അഡൾട്ടിന്റെ വീട്ടിൽ പോകുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള രീതിയിൽ അവരതിനെ വിട്ട്. അതെ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒരു പെണ്ണ് വിളിച്ചായിരുന്നു. അതായത് തൻ്റെ മോളെ ഈ പറഞ്ഞ സ്ഥലത്ത് അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൊരു ആരോ അബ്യൂസ് ചെയ്യുന്ന പറഞ്ഞൊരു കേസായിട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു കോള് വരികയാണ്, ഈ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരികയാണ്. അതായത് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ മോളെ പറഞ്ഞിട്ട് പാം ഐലൻഡിൽ ഒരു മാൻഷനിൽ ഇപ്പോൾ ഇതുപോലെ എന്താ പറയുക അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൊരു കോള് വരികയാണ്. അപ്പോൾ തന്നെ പോലീസ് ഈ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു. മൈനറാണല്ലോ വിളിക്കാൻ. അതെ, മൈനറാണ്. അപ്പോൾ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോഴാണ് ഈ പറഞ്ഞിട്ട് ഈ കുട്ടി പറയുന്നത് എന്താണ് ശരിക്കും നടന്നതെന്നുള്ള സംഭവം. ട്രോമ തോന്നിക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. അതായത് ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടി ഒരു ദിവസം ഈ കൊച്ചിനോട് പറയുകയാണ്, അതായത് ഈ പാം ഐലൻഡിൽ ഒരു അങ്കിളുണ്ട്, പുള്ളിക്കാരൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു കിളവൻ അപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പുള്ളിക്ക് ഒരു മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ $200 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 17,000-18,000 റുപ്പീസിന്റെ അടുത്ത് വിലയുണ്ട്. അപ്പൊ ഇന്ന് ഇത്രയും വില ഉണ്ടെങ്കിൽ അന്ന് അതിന് അത്രയും വില ഉണ്ടാവും. നമ്മൾ മസാജിങ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്, ഇയാളുടെ മാൻഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞുകൊണ്ട് അവിടെ പുള്ളിയുടെ റൂമിലൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിൽ പുള്ളി അവിടെ കിടക്കും. അതെ. എന്നിട്ട് പുള്ളിക്കാരൻ ഈ പറഞ്ഞുകൊണ്ട് ഫുൾ നെയ്ക്കഡായിട്ട് കിടക്കും. ഈ കൊച്ചു വന്ന് മസാജ് ചെയ്യണം. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് 14, 15, 16 വയസ്സൊക്കെ ഉള്ളൂ. അത്രയുള്ള പിള്ളേരെ കൊണ്ടുപോയിട്ട് അവരുടെ മുമ്പിൽ ഇയാളെ നെയ്ക്കഡായിട്ട് കിടക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ഇയാൾ തന്നെ പറയും ഈ കൊച്ചിനോട് നെയ്ക്കഡായിട്ട് നിൽക്കാൻ പറയും, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിന്റെ മുമ്പിൽ ഇരുന്ന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പറയാൻ തന്നെ ഈ പറഞ്ഞിട്ട് ഭയങ്കര ട്രോമ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അവന്റെ മുഖം ആൾക്കാരറിയണമല്ലോ. അതെ, ഈ സ്ഥലത്ത് വെച്ച് റേപ്പ് വരെ ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട് ഇയാളുടെ മസാജ് ടേബിളിൽ. ഈ പാം ഐലൻഡിൽ അല്ലെങ്കിൽ പോലും ഇയാളെ മസാജ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യപ്പെട്ടവരെ ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിന്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഈ പോലീസുകാർ ഈ സ്ഥലത്ത് സെർച്ചിന് വേണ്ടി ചെന്നു. ഇവർക്കിപ്പോഴും ഒരു കിളവൻ അല്ലെങ്കിൽ ഒരു വയസ്സായ ഒരാൾ പാം ഐലൻഡിൽ താമസിക്കുന്ന ഒരാളെന്നുള്ളൊരു ഐഡിയ കിട്ടിയുള്ളൂ. അങ്ങനെ ഇവർ ഏത് വീട് എന്നൊക്കെ ചോദിച്ച് ചെന്നപ്പോഴാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ വീടാണ്. ഞാൻ പറയാനല്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലായി. അങ്ങനെയാണ് പുള്ളിയുടെ പരിപാടികൾ എന്താണ്, പുള്ളിയുടെ പിരമിഡ് പരിപാടികൾ എന്താണ്. ഇത് സത്യം പറഞ്ഞ ഒരു MLM സ്കീമാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞുതരും. അതെ, മണി ചെയിൻ പരിപാടി പോലെയാണ് പുള്ളി ആൾക്കാരെ പിടിക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 2 ടൈപ്പ് ആൾക്കാരുണ്ട്. അതായത് അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്, അതുപോലെ പുള്ളി വേറൊരു ടൈപ്പ് യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഈ മസാജിന് വേണ്ടി ചെല്ലും, ചിലവർ ഈ പറഞ്ഞ പോലെ പുള്ളി അബ്യൂസ് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും റേപ്പ് ചെയ്യും. അല്ലാണ്ട് പുള്ളി തൊടാൻ നോക്കുമ്പോൾ സമ്മതിക്കാത്ത കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് പുള്ളി ഡീൽ ചെയ്ത് വേറെ രീതിയിലാണ്. അതായത് പുള്ളി പറയും ഓക്കെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പോവാം. പക്ഷേ താൻ വേറൊരാളെ കൊണ്ടുവരുവാണെങ്കിൽ, അതായത് വേറൊരു പെൺകുട്ടിയെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തനിക്കും $200 തരാം, ആ കുട്ടിക്കും $200 കിട്ടും. പക്ക മണീച്ചയും പരിപാടിയാ. അതെ, അങ്ങനെ വന്ന് ഈ ഓരോ ആൾക്കാരെയും കൊണ്ടുവന്ന് ഇതൊരു ട്രീ പോലെയായി. അതായത് ഒരാൾ അബ്യൂസ് ചെയ്യപ്പെടുന്നു, അയാൾ വേറൊരാളെ കൊണ്ടുവരുന്നു, അങ്ങനെ കൊണ്ടുവന്ന് വലിയൊരു ട്രീ, അത്രയും വലിപ്പമുള്ള ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വലിയ ട്രീ ആയിട്ട് പറഞ്ഞേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്കൊക്കെ എന്താ പ്രാന്താണോ, ഈ അബ്യൂസ് ചെയ്യപ്പെടുന്നവർ എന്തിനു വേറൊരാളെ കൊണ്ടുവരുന്നു ഇല്ലേ, നമുക്കാണെങ്കിലും തോന്നും. ഇങ്ങനെ ഒരു ട്രോമ ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവമാണെങ്കിൽ പിന്നെയും പോകേണ്ട കാര്യമില്ലല്ലോ. അതെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ നീ ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി, നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോവില്ല. പക്ഷെ ഇവരെന്തുകൊണ്ട് പോയി എന്നുള്ളിടത്താണ്
ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ പ്ലേ ഇവിടെയാണ്. അതായത് സൈക്കോളജിക്കൽ പ്ലേ. അതെ, ഇയാളുടെ സൈക്കോളജിയിൽ പറ്റി പറയണേക്ക് മുമ്പ് നമുക്ക് ഇയാളുടെ പാസ്റ്റിലോട്ടൊന്ന് പോയിട്ട് വരാം. അതായത് ജെഫ്രി എപ്സ്റ്റീൻ്റെ പാസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. അതായത് ഒന്നുമല്ലാതിരുന്നൊരു മനുഷ്യൻ ഇത്രയും ബില്യണിയർ ആയത് എങ്ങനെയാന്നുള്ളൊരു കഥ, വല്ലാത്തൊരു കഥയാണ്. അതായത് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായിരുന്നു. പുള്ളി അങ്ങനെ കോളേജിൽ പോയി, പുള്ളി കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. എനിക്ക് തോന്നുന്നു 2 വർഷം എന്തോ കോളേജിൽ പോയിട്ട് പുള്ളി ഡ്രോപ്പ് ഔട്ടായി കഴിഞ്ഞ് പുള്ളി ഫേക്കായിട്ട് പഠിപ്പിക്കാൻ കയറി. അവിടെയൊക്കെ പുള്ളിക്ക് ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അല്ല, ഏറ്റവും വലിയ കോമഡി അറിയാം, ഈ റിച്ച് ആൾക്കാരെ മക്കൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്, അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള. അതെ. പക്ഷെ പൊക്കി, അവിടെ നിന്നൊക്കെ പൊക്കി. അതെ, അതായത് അങ്ങനെ ഇയാൾ പോകുന്നു. ഇയാള് എല്ലാവരുടെയും മുമ്പിൽ നല്ലവനായ ഉണ്ണി ഇയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വൻ കൺവിൻസ്ഡ് ആവും. അത്രക്ക് പുറമേ നോക്കുമ്പോൾ ഭയങ്കര കിടിലൻ മനുഷ്യൻ, ആൾക്കാരെ പറഞ്ഞു വീഴ്ത്താൻ കഴിവ്. അങ്ങനെ ഈ ടീച്ചിങ് പണിയെ കഴിഞ്ഞ് പുള്ളി നേരെ പോണത് വാൾ സ്ട്രീറ്റിലോട്ടാണ്. വാൾ സ്ട്രീറ്റ് എന്താണെന്നറിയാലോ, അതായത് അതായത് ഈ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലം, ഈ മാർക്കറ്റുള്ള സ്ഥലമാണ് ഈ വാൾ സ്ട്രീറ്റ്. അപ്പോൾ ഈ വാൾ സ്ട്രീറ്റിൽ കുറേ ബ്രോക്കിംഗ് കമ്പനീസ് ഉണ്ടാവും. ഈ ബ്രോക്കിംഗ് കമ്പനീസ് ത്രൂ ആണ് നമ്മൾ സ്റ്റോക്കൊക്കെ വാങ്ങിക്കണത്. അന്ന് കുറച്ചുകൂടെ മാനുവലായിരുന്നു സംഭവങ്ങൾ, ഇന്നത്തെ പോലെ ഡിജിറ്റലല്ല. അപ്പോൾ പുള്ളി നേരെ പോയിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിൽ പോയിട്ട് പുള്ളീനെ അവർ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഫ്ലാറ്റാണ്. അതെ. പിന്നെ പുള്ളി ഫേക്ക് ഡിഗ്രി എന്നുള്ള രീതിയിലാണ് വന്നേക്കണത്. പുള്ളി പോകുന്നു, ഇൻ്റർവ്യൂ കയറുന്നു, പുള്ളിക്ക് ജോലി കിട്ടുന്നു, പുള്ളി അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇയാളുടെ ഒരു ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ഇങ്ങനൊരു ജോലിയിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു, അതെ, കാരണം ഇയാൾ വാ തുറന്നാൽ വീണ്, ഇയാൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്റ്റോക്ക് എടുക്കും. ആ രീതിയിൽ എക്സലൻ്റ് ആയിരുന്നു ഇയാൾ. അതെ. അപ്പോൾ പുള്ളീനെ ഒരു ദിവസം ഇവർ പൊക്കി കഴിഞ്ഞിട്ട്, സാധാരണ ഒരാൾ ഒരു സ്ഥലത്ത് പൊക്കിയാൽ എന്താ ചെയ്യണത്, പറഞ്ഞുവിടും, സ്പോട്ടിൽ പറഞ്ഞുവിടും. പ്രത്യേകിച്ച് അമേരിക്കൻസൊക്കെ അവർ സ്പോട്ടിൽ പറഞ്ഞുവിടും. അപ്പോൾ പുള്ളീനെ പൊക്കി, കാരണം അവർക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പുള്ളീനെ പൊക്കി കഴിഞ്ഞ് നേരെ ഒരു ഓഫീസിലോട്ട് വിളിപ്പിക്കും. യൂഷ്വലി എന്താ സംഭവിക്കും, ഓഫീസറോട് വിളിക്കും, കാര്യം പറഞ്ഞുവിടും അല്ലേ. ഇവിടെ വന്നിട്ട് ജെഫ്രി എപ്സ്റ്റീൻ ആദ്യം തന്നെ ഇവർ ചോദിക്കും ഇത് ഫേക്കാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ പുള്ളി തുറന്ന് സമ്മതിക്കും, ഓക്കെ ഇത് ഫേക്കായിരുന്നു, സത്യസന്ധതയായിട്ട് അങ്ങോട്ട് എടുത്തിടും, ഇത് ഫേക്കായിരുന്നു. പക്ഷേ പുള്ളി ജോലിയിൽ കിടലിനായിരുന്നല്ലോ, ആ ഇത് വെച്ച് പുള്ളി വാദിച്ച് പുള്ളി അവരെ കൺവിൻസ് ചെയ്ത് പുള്ളി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, പുള്ളിനെ പറഞ്ഞു വിടില്ല. അന്തമാതിരി ആള്. അപ്പൊ അത്രക്കും പിച്ച് പെർഫെക്റ്റ് പ്രിസിഷനാണ് പുള്ളിയുടെ കൺവിൻസിങ്ങിന്. അപ്പൊ പുള്ളി എന്നിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് പുള്ളീനെ ഒരു സ്കാമിൻ്റെ ഇതിൽ അവിടെ നിന്ന് പുറത്താക്കും. കയ്യിലിരിപ്പ് പുറത്ത് വരും. അപ്പം അങ്ങനെ പുള്ളീനെ അവിടെ നിന്ന് പുറത്താക്കും. അപ്പം പുള്ളി ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ട് പുള്ളി നേരെ അടുത്ത പോണ കമ്പനി എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതരം കമ്പനിയാണ്. അതായത് ടവേഴ്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി. അതൊരു അവിടുത്തെ അന്നത്തെ സിഇഒ സ്റ്റീഫൻ ഹോഫൻബർഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒരു ഇൻ്റർവ്യൂക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവർ കൺവിൻസ് ആയി പോകും, ഇയാളങ്ങ് ടേക്ക് ഓവർ ചെയ്യും ഈ ഇൻ്റർവ്യൂവിനെ. ആ രീതിയിലോട്ട് ഇയാൾ കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അത്ര കഴിവുള്ള ഒരാളാണെന്നാണ് ഈ സ്റ്റീഫൻ ഹോഫൻബർഗ് പറഞ്ഞത്. അപ്പോൾ സ്റ്റീഫൻ ഹോഫൻബർഗ് എന്തുകൊണ്ട് ഇയാൾ എടുക്കണം, ഇത്ര ഒരു ബാഡ് റെപ്യൂട്ടേഷനുള്ള ഇയാൾ എന്തുകൊണ്ട് എടുക്കണം? കാരണം സ്റ്റീഫൻ ഹോഫൻബർഗ് ടവർ കോർപ്പറേഷനിൽ ഒരു സ്കാമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ കമ്പനി എന്ന് പറഞ്ഞത് ഒരു പോൺസി സ്കീമായിരുന്നു. എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ വാല്യുവേഷൻ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് പൈസ ഇടിപ്പിച്ചിട്ട് ആ പൈസയും കൊണ്ട് മുങ്ങാനുള്ള ഒരു സ്കാം പരിപാടിയായിരുന്നു ഈ ടവേഴ്സ് കോർപ്പറേഷനിൽ ഈ സ്റ്റീഫൻ ഹോഫൻബർഗ് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി വിചാരിച്ചു, ഓക്കെ ഞാൻ ആൾക്കാരെ പറ്റിക്കുന്നു, അവനും കള്ളൻ, അപ്പോൾ 2 കള്ളന്മാരെ ഡബിൾ പറ്റിക്കാം. അപ്പോൾ അതുകൊണ്ട് പുള്ളി നേരെ ഈ ജെഫ്രി എപ്സ്റ്റീനെ ഹയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ നിന്നാണ് ആക്ച്വലി ഈ ജെഫ്രി എപ്സ്റ്റീൻ ബില്യണിയർ ആവണതിൻ്റെ തുടക്കം. അങ്ങനെ പുള്ളി അന്ന് അയാളെ കൂടെ കൂട്ടിയില്ലായിരുന്നു. ഇല്ല, അയാൾ നെറ്റ്ഫ്ലിക്സിൽ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്,
ഞാൻ 30 വർഷമായിട്ട് ഒരു റിഗ്രറ്റ് കൊണ്ട് കിടക്കണേണ്. കാരണം ഞാൻ കാരണമാണ് ഇവൻ ഇത്ര ബില്യനെയർ ആയത്. ഇവൻ ഈ ബില്യനെയർ ആയതുകൊണ്ടാണ് ഇത്രയും പേര് അസോൾട്ട് ചെയ്യപ്പെട്ടത് എന്നുള്ളത് അയാൾ റിഗ്രറ്റോടെ പറയുന്നുണ്ട്. സത്യം. അപ്പം ഈ സ്ഥലത്ത് നിന്ന് പുള്ളി പരിചയപ്പെടണ അടുത്ത മേജർ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് ലെസ്ലി വെക്സ്നർ എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി മില്യനെയർ അല്ല, മൾട്ടി ബില്യനെയർ എന്ന് വെച്ചാൽ കുറേ ബില്യൺസ് ഉള്ള ആൾ. അപ്പോൾ അന്ധകാലത്ത് അത്രയും പൈസ ഉള്ള ആളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കേണ്ട, അത്രയും കോടീശ്വരൻ. അതായത് ഈ പുള്ളീനെ എത്രത്തോളം ജെഫ്രി എപ്സ്റ്റീൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്ലി വെക്സ്നർക്ക് ആക്ച്വലി 3 കമ്പനിയുണ്ട്. പുള്ളിക്കാരന് ദ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു കമ്പനി അക്വയർ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വിക്ടോറിയ സീക്രട്ട് അങ്ങനെ എന്തോ ഒരു കമ്പനി, അങ്ങനെ 3 കമ്പനിയിൽ നിന്ന് ഇയാൾ വൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ലെസ്ലി വെക്സ്നർ. അപ്പോൾ ഈ ലെസ്ലി വെക്സ്നറിനെ ഈ ജെഫ്രി എപ്സ്റ്റീൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എപ്സ്റ്റീന് പുള്ളിയുടെ എല്ലാ ഫിനാൻസും നോക്കാനുള്ള പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുക്കണേ. അത്രയും കൺവിൻസ് ചെയ്യുന്നുള്ളത് മനുഷ്യൻ, ഒരു മൾട്ടി ബില്യണർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് കയ്യിലാക്കി. അതെ, അതായത് അവിടെയാണ് ഈ സ്റ്റീഫൻ ഹോഫൻബർഗ് ഒക്കെ ഈ നമ്മുടെ എപ്സ്റ്റീനെ പറ്റിയുള്ള പുള്ളിക്കാരൻ്റെ ഒരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷനെ പറ്റി പറയണത്. അതായത് പുള്ളി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യണത് ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സീക്രട്സ് കാണും ഇല്ലേ, നമുക്ക് മാത്രം അറിയാവുന്ന, പുറത്താരോട് നമ്മൾ പറയാൻ താല്പര്യമില്ലാത്തൊരു സീക്രട്ട് ഉണ്ടാവില്ലേ, അത് ഇയാൾ ചൂണ്ടും. അത് ചൂണ്ടിയിട്ട് ഇവരെയൊക്കെ പുള്ളി ഇങ്ങനെ മറ്റേ പപ്പറ്റ്സിനെ പോലെ ഇങ്ങനെ നിർത്തും. ഇതാണ് ഈ എപ്സ്റ്റീൻ എല്ലായിടത്തും ചെയ്യണ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. നിങ്ങളുടെ ഏറ്റവും ഡാർക്കസ്റ്റ് സീക്രട്ട് എന്താണ്, അത് പയ്യെ പുള്ളി ചൂണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളി അതാരടുത്തും പറയരുതല്ലോ. എപ്സ്റ്റീൻ പറഞ്ഞാൽ നിങ്ങളുടെ മാനം പോയി. അപ്പോൾ അതുകൊണ്ട് എപ്സ്റ്റീൻ നിങ്ങളെ കൺട്രോൾ ചെയ്യും. ഇതാണ് പുള്ളിയുടെ സൈക്കോളജി. അപ്പം ഇങ്ങനെ കൺട്രോൾ ചെയ്താണ് ഈ നമ്മുടെ ലെസ്ലി വെക്സ്നറിനെ ഉൾപ്പെടെ ഇയാൾ കയ്യിലാക്കി അവരുടെ പൈസയൊക്കെ മാനേജ് ചെയ്താണ് പുള്ളി. ഇവരെ പറ്റി റൂമേഴ്സ് ഉണ്ടായില്ലേ, ഇവര് പാർട്ട്നേഴ്സ് ആണ്. അതെ, ഈ ലെസ്ലി വെക്സ്നറും പിന്നെ എപ്സ്റ്റീനും ഗേ കപ്പിൾസ് ആണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യനിങ്ങിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ഉണ്ട്, ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. പുള്ളിയെ ഡിനേ ചെയ്യും, മറ്റേ പുള്ളിയെ ഡിനേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് പോകണ്ട. അപ്പോൾ ഇതാണ് എപ്സ്റ്റീൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. അതായത് ആൾക്കാരെയൊക്കെ എങ്ങനെ സൈക്കോളജിക്കലി കൺട്രോൾ ചെയ്യാം, പിടിക്കാം. അങ്ങനെയാണ് ഇയാൾ ഈ കണക്ഷൻ മൊത്തം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇയാൾ ബില്യനെയർ ആവണേണ്. ഈ ആൾക്കാരുടെയൊക്കെ പൈസകളൊക്കെ മാനേജ് ചെയ്ത് ഇയാൾ ബില്യനെയർ ആവണേണ്. അതിൻ്റെ കൂടെ ലോകത്തില്ലാത്ത കണക്ഷൻസ്, ഇയാൾക്കില്ലാത്ത കണക്ഷൻസ് ഇല്ല, അത്രക്ക് കണക്ഷൻസാണ്. അതായത് ഇയാളുടെ ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ പേര് കണ്ടാൽ തന്നെ അറിയാം ഇയാൾക്ക് എന്ത് കണക്ഷൻ ഉണ്ടെന്ന്. അത്രയും കണക്ഷനാണ് ഇയാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇയാളുടെ സൈക്കോളജിനെ പറ്റി പറയുമ്പോൾ ഇയാളുടെ പാസ്റ്റിൽ നിന്ന് തന്നെ ആകെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സൈക്കോളജി പറഞ്ഞു തുടങ്ങിയ എവിടെ നിന്നാ, എന്തിനാ ആൾക്കാർ ഇയാളുടെ അടുത്തോട്ട് പിന്നെയും തിരിച്ചു വരണം? അതെ, ഇത് ഈ അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർ എന്തിനു തിരിച്ചു വരണം, അതൊരു വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞ പുള്ളിയുടെ സൈക്കോളജിയിൽ അടുത്ത ട്രിക്ക് എന്ന് പറയുന്ന മെയിൻ സാധനം വരുന്നത്. അതായത് പുള്ളി ടാർഗറ്റ് ചെയ്യുന്നത് മറ്റേ കളങ്കാവല് സിനിമയിൽ മമ്മൂട്ടിയുടെ പരിപാടി ഇല്ലേ, പരിപാടിയാണ് പുള്ളി ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ട്രോമയുള്ളതോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും റേപ്പ് ചെയ്ത് നേരത്തെ റേപ്പ് ചെയ്തൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുള്ള, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാരാണ് പുള്ളി ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നോർമലായിട്ടൊരാൾ ഈ പറഞ്ഞിട്ട് വന്നു, ഈ പറഞ്ഞിട്ട് നിൻ്റെ ഇപ്പം നീ പോയി നിന്നെ ഈ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, നീ പിന്നെ തിരിച്ചങ്ങോട്ട് പോവില്ല. പിന്നെ പുള്ളിക്കാരൻ ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. മനസ്സിലായില്ലേ? അതായത് ഇവരെ ക്ലബ്ബിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ്ങിന് കൊണ്ടുപോവുക, വീട്ടിലെ കാര്യങ്ങൾ പൈസ കൊടുക്കുക, അവർക്ക് മസാജ് ലൈസൻസ് എടുത്തു കൊടുക്കുക. വല്ലാത്തൊരു ജാതി സൈക്കോയാ പുള്ളി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അതായത് ഫാമിലി മെമ്പേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യും, കുശലം അന്വേഷിക്കും, ഇതുപോലത്തെ ഇവന്റ്സിനെ കൊണ്ടുപോയിട്ട് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളി കൂടെ നിർത്തും. അതാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതെ, ഇവർ നോക്കുമ്പോൾ
ഇവർ ഇത്രയും നാൾ ജീവിച്ച പോലെ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് പട്ടിണി നടന്ന് ചാവും, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ച് മരിച്ചു പോകും. അതിലും ബെറ്റർ ഓപ്ഷൻ ഇതൊന്നും തോന്നിയതുകൊണ്ടായിരിക്കാം അവർ തിരിച്ചു വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവർക്ക് പൈസ കിട്ടും. ഇയാള് ഈ ഫാമിലി ആയിട്ട് കൊണ്ടു കടന്ന് ആ ഒരു പരിപാടിയിൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇവര് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇതാണ്. പക്ഷെ അവര് അപ്പോഴും കുറെ ആൾക്കാരൊക്കെ അബ്യൂസ് ചെയ്യപ്പെടണേന്ന് പോലും അറിയാണ്ടാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത്. വല്ലാത്തൊരു സംഭവമാണത്. അതെ, ഇവിടെയാണ് ആക്ച്വലി ഈ അണ്ടർ ഏജ് കൺസെന്റ് എന്നുള്ള സാധനം വന്നത്. അണ്ടർ ഏജ് ആൾക്കാർക്ക് കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം തന്നെ അവർക്കത് മനസ്സിലാവില്ല. ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇത് ഇവര് തന്നെ കൺസെന്റോടെ പോവാണോ എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടാനുള്ളൊരു പക്വത അവർക്കായിട്ടില്ല. അണ്ടർ ഏജ് ആൾക്കാർക്ക് കൺസെന്റ് ഇല്ല എന്നുള്ളൊരു സംഭവം ഉള്ളത്. ഈ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതുപോലെ മൈനറായിട്ടുള്ള പെൺപിള്ളേരെ പുള്ളി ഫ്രണ്ട്സിന് കാഴ്ചവെക്കാണ്. അതെ അതെ അതെ, എൻ്റെ എന്ത്, അതായത് ഈ $200 പിരമിഡ് സ്കീം ഒന്ന്. അതെ. രണ്ടാമത്തെ മെയിൻ സാധനമാണ് ട്രാഫിക്കിങ്. അതായത് ഒരു സംഭവം പുള്ളിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് 3 പെൺപിള്ളേരെ ഗിഫ്റ്റ് കൊടുത്തിട്ട് യൂറോപ്പിൽ നിന്ന് പ്ലെയിൻ കയറ്റി ഗിഫ്റ്റായിട്ട് 3 പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് റേപ്പ് ചെയ്യാൻ ഈ പെൺപിള്ളേരെ പുള്ളി മറ്റേ കരീബിയൻ ഐലൻഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെ, അത്ര ഒരുത്തനാണ് ഇങ്ങനെയുള്ളൊരുത്തൻ. ഇയാളും ട്രാഫിക് ചെയ്ത് ഇയാളുടെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് വേറെ രാജ്യങ്ങളിലോട്ട് കൊണ്ടുപോകും. ഏതൊക്കെ രാജ്യങ്ങളിലോട്ട് കൊണ്ടുപോകും, തായ്ലൻഡിലോട്ട് കൊണ്ടുപോകും, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകും. നമ്മൾ വിട്ടുപോയൊരാളുടെ പേരുണ്ട്, പുള്ളിയുടെ പാർട്ട്ണർ. അവിടെ ഒരു TV ഉണ്ട്. അതെ, കറക്റ്റ് ഗിലെൻ മാക്സ്വെൽ. അതെ, ഗിലെൻ മാക്സ്വെൽ. അപ്പോൾ പുള്ളിക്കാരനെ വെച്ച് പറയാണ്ട് നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതായത് പുള്ളിയുടെ എന്താ പറയാ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടാണ്. കല്യാണം ഗേൾഫ്രണ്ടാണ്. അപ്പോൾ ഈ പെൺപിള്ളേരെയൊക്കെ ആദ്യമായിട്ട് ചൂണ്ടിടാനുള്ള ചൂണ്ട കൊടുത്തുന്നത് അതായത് ഈ ട്രീക്ക് ആക്ച്വലി ഏറ്റവും മുകളിലൊരു റൂട്ട് വേണമല്ലോ. ആ റൂട്ടിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്താണല്ലോ ട്രീ ആവണത്. ആ റൂട്ടാണ് ഗിലെൻ മാക്സ്വെൽ. ഈ പറഞ്ഞ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ നിന്നാണ്. അതായത് റോബർട്ട് മാക്സ്വെൽ എന്നല്ലേ പുള്ളിയുടെ ചിലവര്. അപ്പോൾ പുള്ളിക്കാരനെതിരെ ഇതുപോലൊരു അലിഗേഷൻ വന്ന് ഒരു സംഭവം വന്നിട്ട് പുള്ളിക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി 2 അഭിപ്രായം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആൺമക്കൾക്കൊരു അഭിപ്രായം, ഇവളിപ്പോഴും വിശ്വസിച്ചിരുന്ന വെച്ചത് ആരോ കൊന്നെന്ന് തന്നെ വിശ്വസിച്ചിരുന്ന വെച്ച്. അങ്ങനെ പുള്ളിക്കാരി ഇംഗ്ലണ്ട് വിട്ടിട്ട് നേരെ ന്യൂയോർക്കിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വന്ന് എന്താ പറയുക ചെറിയൊരു ലൈഫും കാര്യം പോകുന്ന സമയത്താണ് നമ്മുടെ മച്ചാനെ പരിചയപ്പെടുന്നത്. അതെ, എപ്സ്റ്റീൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളി ആൾക്കാരെ പിക്ക് ചെയ്താ എടുക്കണം. അപ്പൊ പുള്ളി ഫസ്റ്റ് പിക്ക് ചെയ്ത ആള് ഗിലെൻ മാക്സ്വെൽ ആണ്. ഏറ്റവും കൂടുതൽ ഗിലെൻ മാക്സ്വെൽ ആണ് ഇയാളുടെ കൂടെ നിന്നേക്കണത്. ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഗിലെൻ മാക്സ്വെൽ ഈ പ്രശ്നമൊക്കെ വന്നപ്പോ ഗിലെൻ മാക്സ്വെൽ പറഞ്ഞത് ഞാനെന്ന് പറഞ്ഞിട്ടുള്ള ഞാനിതിലില്ല. പുള്ളിക്കാരി അപ്പൊ അതാണ് പുള്ളിക്കാരുടെ പരിപാടി. ഇതിന്റെ ഫസ്റ്റ് പുള്ളിക്കാരന്റെ ഇരയും പുള്ളിക്കാരിയാണ്, പുള്ളിക്കാരന്റെ ഗേൾഫ്രണ്ടാണ്. ഈ പറഞ്ഞിട്ട് എല്ലാവരെയും എത്തിച്ചു കൊടുക്കാൻ ഈ പറഞ്ഞിട്ട് ക്രൈം പാർട്ട്ണറാണ്. അതെ, അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഗിലെൻ മാക്സ്വെൽ. പിന്നെ അടുത്തത് ഇനി പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടത് പുള്ളിയുടെ കരീബിയൻ ഐലൻഡ്. അതെ, അതായത് കരീബിയൻ ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ US വിർജീനിയ ഐലൻഡ്സ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. അവിടെ ഇയാൾക്ക് ആക്ച്വലി ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് പേര് എപ്സ്റ്റീൻ ഐലൻഡ് തന്നെയാണോ? അല്ല, അതിന് പല പേരുകളും ആൾക്കാർ വിളിക്കാറുണ്ട്. അതായത് ഈ ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഐലൻഡ് എന്ന് പറയുന്നത് US വിർജീനിയ ഐലൻഡ്സ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. കരീബിയൻ എന്ന് പറയുമ്പോൾ ആഫ്രിക്ക പരിപാടിയല്ലേ? റീജിയൺ അതാ, പക്ഷേ US വിർജീനിയ ഐലൻഡ്സ് എന്നാണ് അതിന് പറയണത്. അപ്പോൾ ഈ US വിർജീനിയ ഐലൻഡ്സിൽ ഒരു ഫുൾ ഐലൻഡ് ഉണ്ട് ഇയാൾക്ക്. അതായത് ഒരു ഐലൻഡിൽ കുറേ മാൻഷൻസ് പുള്ളി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബീച്ച് ഫ്രണ്ടിലും ഓരോ എന്താ പറയുക വില്ല പോലെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഗസ്റ്റുകൾക്ക് വരാനുള്ള സാധനമുണ്ട്. മെയിനായിട്ട് അവിടെ ഒരു പ്രൈവറ്റ് സിം കാരിയർ ഉണ്ടായിരുന്നു ഇയാൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇയാൾക്ക് അത്രയും പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിനൊരു ആ ടവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ ഈ ഇവിടുത്തെ എല്ലാ ഡാറ്റ കണക്ഷൻ നോക്കാൻ ആൾക്കാർ, അങ്ങനെ ടെക്നിക്കലി വരെ അവിടെ വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. വേറെ സാധനല്ലേ മറ്റേ ഒരു ഗോൾഡൻ കളറിൽ മറ്റേ മൗണ്ട് അങ്ങനെ ഒരു സംഭവമില്ലേ, അതിൻ്റെ ഉള്ളിൽ കുറേ റിച്വൽസ് പരിപാടിയൊക്കെ ചെയ്യുന്ന കോൺസ്പിറസി തിയറീസ് ഉണ്ട്. അപ്പം ഈ ഐലൻഡിലാണ് പിന്നത്തെ മെയിൻ പരിപാടി. ഈ നേരത്തെ പറഞ്ഞ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാറ്റഗറിയിലോട്ട് വരുമ്പോൾ ഈ ഐലൻഡിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്.
ഇനി ഈ ഐലൻഡിൽ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ ഐലൻഡ് സംഭവിക്കണം, ഈ ട്രാഫിക് ചെയ്ത് കൊണ്ടുവന്ന ഈ മൈനർ പെൺപിള്ളേരെയും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന പെൺപിള്ളേരെയൊക്കെ ഇയാളിവിടെ കൊണ്ടുവരും. ഇയാളിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചും അവരെയൊക്കെ റേപ്പ് ചെയ്യും. അതും ഒരു ദിവസം 3-4 തവണയൊക്കെ റേപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കി വെള്ളത്തിലോട്ട് ഒരു ചാടി നീന്തിയാലോ എന്ന് വെച്ച് ചാടാൻ പോയ പെണ്ണുങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇയാളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈവറ്റാണ്, ആരും അറിയില്ല. പക്ഷെ ഇത് അറിഞ്ഞ ക്യാമറ സർവൈലൻസ് ഉണ്ടല്ലേ, അതിലോട്ട് ഞാൻ വരാം. സർവൈലൻസിന് ഞാൻ പറയാം, ഇയാൾ എവിടെ പോയാലും അവിടെയൊക്കെ ഫുൾ ക്യാമറാസ് ആയിരിക്കും. അതായത് ഈ ഐലൻഡ് ഫുൾ ക്യാമറാസാണ്. അത് ഒരു കോർണറില്ല ക്യാമറ ഇല്ലാത്ത. എങ്ങനെ രക്ഷപ്പെടുക? അതായത് ഒരാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ, അതായത് ഈ ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇപ്പം അതിലൊരു ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഞാൻ റെസിസ്റ്റ് ചെയ്തോ, യെസ് റെസിസ്റ്റ് ചെയ്തു, നോ പറഞ്ഞു, പക്ഷേ ഞാൻ തിരിച്ച് ഫൈറ്റ് ചെയ്തോ, ഇല്ല. കാരണം ഞാൻ അയാളുടെ പ്രൈവറ്റ് ഐലൻഡിൽ എന്ത് ചെയ്യാനാ, അവിടെയാണ്. ഇയാൾ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കൊന്നു കുഴിച്ചിട്ട് അറിയൂ. അതെ. അപ്പം ഈ ഒരു പേടി ഫാക്ടറും കൂടെ കൊണ്ടുവരാൻ ഈ ഐലൻഡിന് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് കുറേ ഗസ്റ്റുകളെ കൊണ്ടുവരും. ഇയാളുടെ കുറേ പരിപാടി ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള വിഷയം എപ്സ്റ്റീൻ. അതായത് ഇപ്പൊ നമുക്കൊരു പിടുത്തം കിട്ടി ആരാണ് എപ്സ്റ്റീൻ. എന്തു നേരത്തെ നമ്മ ഫസ്റ്റ് പറഞ്ഞ കാര്യം, അതായത് ഇത്രയും പേരെ ലിസ്റ്റ്, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വരെ പേര് മെൻഷൻ വന്നിട്ടുണ്ട്, ഒരു മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എപ്സ്റ്റീൻ്റെ ഈ ഫയൽസിൽ ഇയാളുടെ പേര് വരുന്നതുകൊണ്ട് എന്തിന് പേടിക്കണം എന്നൊരു ചോദ്യമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെ പേര് ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ ഇത്രയും ഇതിനെ നോക്കുന്നത്. അതെ അതെ. ഇപ്പം ഈ ഐലൻഡിൽ വന്നതിന് ഓൾറെഡി തെളിവുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിൽ ക്ലിൻ്റൺ, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റൺ, ഡൊണാൾഡ് ട്രംപ്, പ്രിൻസ് ആൻഡ്രൂ, ഇംഗ്ലണ്ടിലെ രാജാവ്, ഇവരൊക്കെയാണ് ഇവിടെ വന്നിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് പുള്ളിക്കാരൻ അവിടെ ഒരു പെങ്കൊച്ചിൻ്റെ, ആ പെങ്കൊച്ചിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. അവർക്ക് സെപ്പറേറ്റ് കഥ തന്നെ പറയണ്ട അവരുടെ കേസ് പറഞ്ഞ എനിക്ക്. പക്ഷെ അത് മൊത്തം പറയുകയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് മറ്റേ 2-3. അതെ, പക്ഷെ അവരുടെ കഥ ഇമ്പോർട്ടൻ്റ്. അവരുടെ കഥയെന്നാണ് ഏറ്റവും കൂടുതൽ തെളിവുകൾ കിട്ടണം. വിർജീനിയ. ശരിയാ. ഈ വിർജീനിയയും പ്രിൻസ് ആൻഡ്രൂവും കൂടെ നിൽക്കണ ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഈ പ്രിൻസ് ആൻഡ്രൂവിനെ കാണിച്ചിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കും നിങ്ങളുടെ ഫോട്ടോ അല്ലേ ഇത്, അപ്പം നിങ്ങൾ പോയിട്ടില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആൾ പറയും എനിക്ക് ഫോട്ടോ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എനിക്കറിയില്ല. അങ്ങനെയാണ് ഇവർ പറയണത്. അപ്പം അത്രത്തോളം ഒരു എവിഡൻസ് കൊണ്ടേ കാണിച്ചിട്ട് പോലെ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. ആക്ച്വലി ഈ സ്റ്റീഫൻ ഹോക്കിങ്സ് പോയതിന് വല്ല തെളിവുണ്ടോ? അതെനിക്ക് അറിഞ്ഞോളാം. വേറൊന്നും കൊണ്ടല്ലേ, ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ അന്നും ഇന്നും, അതായത് പുള്ളിയിലപ്പോൾ ഐലൻഡിൽ പോയിട്ടുണ്ടോ? അതായത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡിൽ വന്ന എല്ലാവരും ഇങ്ങനെ അബ്യൂസീവായിട്ട് ഓരോന്ന് ചെയ്യാൻ വന്ന ആൾക്കാരല്ല. അതിനുവേണ്ടി വന്ന ആൾക്കാരുണ്ട്, അതിനല്ലാണ്ട് വന്ന ആൾക്കാരുണ്ട്. അതായത് ബിസിനസ് മീറ്റിംഗ്സിനും കാര്യത്തിനും വന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ എപ്സ്റ്റീൻ്റെ കൂടെ കുറേ നാൾ വർഷങ്ങളോളം വർക്ക് ചെയ്തിട്ട് പിന്നെ വിസിൽ ബ്ലോവറിനെ പോലെ തിരിച്ച് മറ്റേ സൈഡിലോട്ട് വന്നതാണ്. ഇവർ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ബിൽ ക്ലിൻ്റനെ പറ്റി പറഞ്ഞത് ഇങ്ങനെ, അതായത് ബിൽ ക്ലിൻ്റൺ അവിടെ ഒരുപാട് തവണ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇയാൾ ആരെയും അബ്യൂസ് ചെയ്യണതോ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യണതോ ഇവർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയും അവിടെ വന്ന് പോയ ആൾക്കാരുണ്ട്. അപ്പം ഈ ലിസ്റ്റിൽ കുറേ പേര് പേരുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും മോശക്കാരാന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അതൊരു മെയിനായിട്ട് പറയേണ്ട പോയിന്റ്. അതായത് ഇപ്പം തന്നെ ഞാൻ പല ട്രോളിലും പോസ്റ്റിലും കണ്ടിട്ടുണ്ട്. അതായത് ഓരോരുത്തരുടെ പേര് ഇവനത്, അതായത് അവിടെ വന്നു എന്നൊരു പേരിൽ അയാൾ ഈ പറഞ്ഞിട്ട് ഈ പിള്ളേരെ അബ്യൂസ് ചെയ്തൊരു വ്യക്തി ആവണമെന്നില്ല. അതെ അതെ, അങ്ങനെ നിർബന്ധമില്ല. എലോൺ മസ്ക് വന്നു പറയുന്നുണ്ട്, മൈക്കിൾ ജാക്സൺ പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തെളിവ് തന്നെയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. അല്ലാത്തടത്തോളം അത് ഒരു നമ്മൾ അവരങ്ങനെ നോക്കി കണ്ട ആവശ്യമില്ല. അത് സാധ്യതയുണ്ട്, എന്നാൽ സാധ്യത ഇല്ല പറയാനും പറ്റില്ല. അതെ അതെ അതെ. അപ്പം നമുക്ക് വെർജീനിയയിലോട്ട് തിരിച്ചു വരാം. അതെ, ഇനി വെർജീനിയയുടെ കേസ് ഞാൻ പറയാം. അതായത് വെർജീനിയയുടെ ചാപ്റ്റർ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അതായത് വെർജീനിയ ആക്ച്വലി ഒരു മസ്യൂസ് ആവണമെന്ന് ആഗ്രഹിച്ച് കിടന്നൊരു പെങ്കൊച്ച. അതായത് മസ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും മസാജ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, ഇവർക്ക് പഠിച്ചൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗിലെയിൻ മാക്സ്വെൽ ഈ പുള്ളിക്കാരനെ കാണുന്നത്. ഗിലെയിൻ പുള്ളിക്കാരനോട് പറയും നിങ്ങൾക്ക് മസ്യൂസ് ആവാനാണല്ലോ താല്പര്യം, എനിക്കൊരു ആളറിയാം, അപ്പോൾ പുള്ളിക്കാരനൊരു മാസ്യൂസിനെ നോക്കുന്നുണ്ട്, അപ്പം ഞങ്ങൾ ഈ നിങ്ങൾക്ക് മാസ്യൂസ് ലൈസൻസ് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തരാം, അപ്പോൾ പുള്ളീനെ ഒന്ന് കുറച്ച് നാൾ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യണം
എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോണത്. എങ്ങോട്ട്? പുള്ളിക്കാരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം പുള്ളിക്കാരുടെ ജോലിയാണ്. അതെ, എങ്ങോട്ടാണ് കൊണ്ടുപോണത്? പാം ബീച്ചിലോട്ട്. ബെസ്റ്റ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ആസ് യൂഷ്വൽ പുള്ളിക്കാരനെ അബ്യൂസ് ചെയ്യുന്നു. പുള്ളിക്കാരനെ കയറി റേപ്പ് ചെയ്യുന്നു. പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി എങ്ങനെയൊക്കെയോ ഇത് കഴിഞ്ഞ് ഓടി തിരിച്ച് റൂമിൽ പോയി ബോധം പോണേ എന്നുള്ള മട്ടി കിടന്ന് കരയുന്നു. പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഇയാൾ ഭയങ്കര നാച്ചുറലി നോർമലിയാണ് പെരുമാറുന്നത്. വീണ്ടും ഫാമിലിയാന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. മാസ്യൂസ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം, പിന്നെ ഇവരെ ഡൈവിങ്ങിന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇവരുടെ ലൈഫാണെങ്കിൽ പോയി കിടക്കണേന്ന് ഓൾറെഡി. അപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് ഒരാൾ ഭയങ്കര കൺഫ്യൂസ് സ്റ്റേറ്റിലോട്ട് പോകും ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ വിർജീനിയം കൺഫ്യൂസ് സ്റ്റേറ്റിലോട്ട് പോകണേണ്. ഇത് റിയലാണോ, ഇത് റിയൽ അല്ലേ എന്നുള്ള രീതിയിൽ വരെ. അതായത് ഇത് കഴിഞ്ഞിട്ട് ഡ്രഗ് അഡിക്ട്സ് ആയ ആൾക്കാരുണ്ട്. ഇയാളുടെ അബ്യൂസ് കാരണം ഡ്രഗ് അഡിക്ട്സ് ആയ, ട്രോമ കയറി ഡ്രഗ് അഡിക്ട്സ് ആയി ജീവിതം പോയ ആൾക്കാരുണ്ട്. അത്രത്തോളം ഉണ്ട്. അപ്പോൾ ഈ വിർജീനിയയുടെ കേസിൽ ഈ വിർജീനിയനെ ഇങ്ങനെ പറയും, ഞാൻ തന്നെ മാസ്യൂസ് ആക്കാം, അപ്പോൾ ഇതുപോലെ ഇവിടെ വന്നം മസാജ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ പുള്ളിക്കാരി നോക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ബെറ്റർ ഓപ്ഷനായിട്ടാണ് തോന്നണത്. അത് ഞാൻ പറഞ്ഞു, ഈ അബ്യൂസ് ചെയ്യപ്പെടുന്നവർക്ക് ബ്രെയിൻ വാഷ്ഡായിട്ട് ഇത് അബ്യൂസാണോ അല്ലെങ്കിൽ ഇതാണോ നമ്മുടെ ടിക്കറ്റ് ഔട്ട് ഓഫ് ദിസ് അൺഫെയർ വേൾഡ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ അവർ പിന്നെ അവർക്ക് അത്ര പ്രായമില്ലല്ലോ, ചെറിയ പിള്ളേരല്ലേ. അങ്ങനെ ഇവർ പിന്നെയും അവിടെ പോയി കഴിഞ്ഞ് ഇയാൾ കുറേ നാൾ ഈ അബ്യൂസ് കണ്ടിന്യൂ ചെയ്യും. ഇവരെ കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോകും, ഇവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, കൂടെ കണ്ടിന്യൂസ്ലി അബ്യൂസും ചെയ്യും. എന്നിട്ട് അങ്ങനെ ഒരു മാസ്യൂസിൽ നിന്ന് ഇവർ പുള്ളിക്കാരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. അപ്പോൾ ഈ പുള്ളിക്കാരി വരെ കുറേ ആൾക്കാരെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതാണ് അബ്യൂസേഴ്സ് ബ്രിങ്ങിങ് അതർ അബ്യൂസേഴ്സ് എന്നുള്ളൊരു രീതിയിലോട്ടാണ്, അത്രയ്ക്ക് മോശമായ രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഈ പാം ഐലൻഡിലുള്ള നമ്മുടെ പോലീസുകാർ ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഇയാളുടെ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെയൊക്കെ ഇതുപോലെ സീക്രട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ വിടും. കാരണം ഈ ഡിറ്റക്റ്റീവ്സിൻ്റെയൊക്കെ എന്തെങ്കിലും സീക്രട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക. പിന്നെ ഇവരുടെ വീട്ടിലെ ട്രാഷ് ഒക്കെ ഇല്ലേ, ഇവരുണ്ട് വേസ്റ്റ് കളയണത്, അതൊക്കെ എടുക്കാൻ ആൾക്കാരെ വിടും. അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആൾക്കാരെയൊക്കെ വിടും. അങ്ങനെ ഇയാളുടെ ഈ പൈസ ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ കേസ് ഈ പിരമിഡ് സ്കീം മൊത്തം ഉണ്ടാവുന്നത് ഇയാളുടെ പൈസ ഉള്ളതുകൊണ്ടാണ്. ഇയാളുടെ അത്ര പൈസ ഉണ്ട്, $200 ഒരാൾക്കും കൊണ്ടുതന്നാക്കും കൊടുക്കാൻ പൈസ ഉണ്ട്. ഇത്രയും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ ഹയർ ചെയ്ത് അവർക്ക് ചിലവിന് കൊടുത്ത് അവരെ കൊണ്ടുപോയി ഇവരെ പ്രഷറൈസ് ചെയ്യിപ്പിച്ച് പുറത്താക്കാനുള്ള അത്രയും ചിലവിറക്കാനുള്ള പൈസ ഉണ്ട് ഇയാളുടെ കയ്യിൽ. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട്. ഒരു സോഷ്യോപാത്തിൻ്റെ കയ്യിൽ പൈസ വന്ന അയാൾ എന്തൊക്കെ ചെയ്യുന്നുള്ളതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ പിന്നെ ഈ വിക്ടിംസിനെയൊക്കെ ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ എടുത്തുന്നതും ഈ പൈസ വെച്ചിട്ട് അവർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ നിർത്തുന്നത്. അപ്പോൾ പൈസക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് ഒരു മോശം ആളുടെ കയ്യിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചറസ് ആണ് ഒരു വലിയ എക്സാമ്പിളാണ് ജെഫ്രി എപ്സ്റ്റീൻ. അപ്പോൾ അങ്ങനെ ഈ പാം ഐലൻഡിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വന്ന കോളുകളും ഇവർ കുറേ പേര് ഇൻ്റർവ്യൂ ചെയ്തത് കഴിഞ്ഞിട്ട് അതിനൊക്കെ ടേപ്പ് ഉണ്ട്, അതൊക്കെ ബ്ലർ ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെൻ്ററി കാണിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരൊരു കേസ് ക്രിയേറ്റ് ചെയ്യണേ, ഇയാളെ പൂട്ടണം, ഇവനൊക്കെ എന്തായാലും പൂട്ടുന്നവർക്ക് അത്ര ഉറപ്പമായിരുന്നു. അങ്ങനെ അവർ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകണേ. അങ്ങനെ ഇവർ സെർച്ച് വാറൻ്റ് ഒപ്പിക്കും, ഇയാളുടെ വീട്ടിൽ കയറി സെർച്ച് ചെയ്യും. ചെയ്യുമ്പോൾ ഇവരെ ഏറ്റവും കൺവിൻസ് ചെയ്യിപ്പിച്ച കാര്യം എന്താണെന്നറിയോ, ഈ പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഇവരുടെ അടുത്ത് ഉണ്ടായ എക്സ്പീരിയൻസ് പറയുമല്ലോ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇവർ ഈ വീടിനെ പറ്റി പറയും. ഓരോ ഈ വീടിൻ്റെ സ്റ്റെയർ ഇങ്ങനെയായിരുന്നു, ഇങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇവർ പോകുമ്പോൾ പിക്ചർ പെർഫെക്റ്റ് ആണത്. അതായത് ഒരാളൊരു വീടിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത്, അതായത് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത് എങ്ങനെയായിരിക്കും അത്രയും പെർഫെക്റ്റ്ലിയാണ് ആ വിക്ടിംസൊക്കെ ആ വീടിനെ പറ്റി പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് ഒരേ സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരെ വീട് സെർച്ച് ചെയ്യുമ്പോൾ ഇയാളുടെ കമ്പ്യൂട്ടേഴ്സ് ഇയാൾ ഓൾറെഡി എടുത്ത് മാറ്റിയിട്ടുണ്ട്. മോണിറ്ററുണ്ട്, CPU ഇല്ല. അപ്പോൾ പുള്ളിക്ക് നേരത്തെ അറിയാം, സെർച്ച് വരും, അകത്തുനിന്നേ ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ പൈസയുടെ ഇൻഫ്ലുവൻസ് ആണ് കാണുന്നത്. അപ്പോൾ
അങ്ങനെ ഇവർക്ക് കിട്ടിയ എവിഡൻസ് ഒക്കെ ഇവർ അവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ഇവർ കേസ് ബിൽഡ് ചെയ്യും. അതായത് ഈ കേസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഇത്രയും വിക്ടിംസ് ഉണ്ടല്ലോ, കുറേ പേരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും കുറേ പേര് പറയണത് ഇവർക്ക് പേടിയാണ്, അതുകൊണ്ട് ഇവർക്ക് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. കുറച്ച് പേർ റെഡിയാണ്, ഇതിൽ സാക്ഷി പറയാനൊക്കെ റെഡിയാണ്. കുറച്ച് പേര് പറയണത് എപ്സ്റ്റീൻ ഞാനും അയാളും കല്യാണം കഴിക്കാൻ പോണെയാണ്, ഞങ്ങൾ പ്രേമത്തിലാണ്, റിലേഷൻഷിപ്പിലാണെന്നൊക്കെ വരെ പറഞ്ഞ അത്രയും ബ്രെയിൻ വാഷ്ഡായ പെൺകുട്ടികളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു സോഷ്യോപാത്തായിരുന്നു ഇയാൾ. പുള്ളി അപ്പം എങ്ങനെയാ അറസ്റ്റിലാവുന്നത്? അതായത് ഈ പാം ബീച്ചിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കേസ് കോടതി പോകും. കേസ് കോടതി പോകുമ്പോൾ പിന്നെ ഈ വിക്ടിംസൊക്കെ ലോയേഴ്സിനെ കൊണ്ടുവന്ന് അങ്ങനെ പല പല ലോയേഴ്സ് ഇൻവോൾവാണ് ഈ സംഭവത്തിൽ. പുള്ളി വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ലോയേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യണത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ആളൂര് എന്ന് പറയും, പുള്ളി ഒരു 8 ആളൂരിന് അങ്ങോട്ട് ഇറക്കും. 8 ഇറക്കും. എന്നിട്ടാണ് പുള്ളിയുടെ ഡിഫെൻസ് അറ്റോർണി ടീമിനെ പുള്ളി ബിൽഡ് ചെയ്യണത്. ഇവർ ഈ വിക്ടിംസിനെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഇവരുടെ അടുത്ത് പെരുമാറുന്നത്. അതായത് വിക്ടിംസൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, നിങ്ങൾ കാശ് വാങ്ങിച്ചല്ലേ പോയി, നിങ്ങൾ പിന്നെ എന്തിനു പോയി എന്നുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുപോയിട്ട് ഇവരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി തകർക്കുക. അതായത് ഈ ഇവിടെ സാക്ഷി പറയാൻ വന്നേക്കണ പെണ്ണുങ്ങളുടെയൊക്കെ പാസ്റ്റ് നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ഈ പാസ്റ്റും ഇവര് വന്നു പോയതും വെച്ചിട്ട് നിങ്ങൾ എന്തിന് പൈസ വാങ്ങിച്ചു, പൈസ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ വെച്ച് ഇവരുടെ ക്രെഡിബിലിറ്റിനെ തകർക്കും. ക്രെഡിബിലിറ്റിനെ തകർത്തിട്ടാണ് ഇവർ ഈ കേസിൽ നിന്ന് നമുക്കിവിടെ ജാമ്യം എടുക്കാന്ന് പറയില്ല, ബെയിലിന് കൊടുക്കുക. അതുപോലെ അവിടെ ബോണ്ട് എന്നാ പറയാ, ബോണ്ട് വെച്ചിട്ട് അതായത് നമ്മൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതിൽ നമ്മളെ പുറത്തോട്ട് വിടും. പുള്ളി ആക്ച്വലി കൺവിക്റ്റഡ് ആവും. അതായത് എന്തിനാ കൺവിക്റ്റ് ആവണോ പക്ഷേ റേപ്പിനല്ല, അസോൾട്ടിനല്ല കൺവിക്റ്റ് ആവണത്, പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് പുള്ളി കൺവിക്റ്റ് ആവണത്. ഈ ക്രെഡിബിലിറ്റി മൊത്തം തകർത്ത് ഇവരൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് മുദ്ര കുത്തിയിട്ടാണ് ഇയാൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കേസിലാണ് ഇയാൾക്കെതിരെ ചാർജ് വന്നത്. ഒരു ദിവസം ഒരു ന്യൂസ് തന്നെ, അതായത് ഈ പുള്ളിക്കാരൻ അതായത് എപ്സ്റ്റീൻ കോടതി പോകുന്നു. അപ്പോൾ സീക്രട്ടീവായിട്ട് കോടതി പോകുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ഒരു വശപ്പശകുണ്ടെന്ന് തോന്നണേ. അങ്ങനെ ഇവർ അന്വേഷിക്കുമ്പോഴാണ് അറിയണത് ഇയാൾ US അറ്റേർണി, അതായത് US ഗവൺമെൻറ് അറ്റേർണീനെ കാണാൻ വേണ്ടതെന്ന്. അലക്സാണ്ടർ അക്കോസ്റ്റ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇയാളെ കാണാൻ പോയി ഇയാളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒരു ഡീൽ ഉണ്ടാക്കണേ. ഗവൺമെൻറ്റായിട്ട് കേസിന് അല്ലെങ്കിൽ കോടതിയായിട്ട് കേസിന് ഒരു ഡീൽ ഉണ്ടാക്കാനാണ് പുള്ളി. എന്നിട്ട് ആരും അറിയാണ്ട് കോടതിയിലോട്ട് വരും. ഈ ഡീലിങ്ങനെ 18 മാസം ഇയാൾ അതായത് ഈ പാം ഐലൻഡിൻ്റെ ജയിലിൽ ആ ജയിലിൽ പോവാം എന്നുള്ളതാണ് ഡീല്. അപ്പോൾ US ലോസൊക്കെ കുറച്ച് ഇതാണ്, പിടിക്കാൻ പറ്റും അല്ല കുറച്ച് വ്യത്യസ്തമാണ്, ഇവിടത്തെ പോലെയല്ല. അതൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഈ 100ഓളം പെണ്ണുങ്ങളെ അല്ലെങ്കിൽ അണ്ടർ ഏജ് മൈനർ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത അബ്യൂസ് ചെയ്ത ഒരാളെ 18 മാസമാണ് ജയിലിലുണ്ടത്. ഇല്ല, ആ രീതിയിലോട്ട് പുള്ളി അതിനെ കൊണ്ടുവന്ന് 18 മാസം പുള്ളി അവിടെ ജയിലിൽ കേക്ക്. അതിൽ കോമഡി വരാതിരിക്കണതാണ്. അതായത് ഈ പാം ഐലൻഡിലെ ജയിലിൽ പോയി പുള്ളി നിൽക്കും. അവിടെ പുള്ളിക്ക് സെപ്പറേറ്റ് ഫുഡ്, ഓപ്പൺ സെല്ല്, കാണാൻ TV, അങ്ങനെ ബാക്കി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ലക്ഷറി ലൈഫിൽ ഒരു ജയില്. അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം കൂടെ വരും. പുള്ളിക്ക് ദിവസത്തിൽ 8 മണിക്കൂർ പുറത്ത് പോവാം, ആഴ്ചയിൽ 6 ദിവസം. അതായത് മനസ്സിലായി, വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി തിരിച്ചു വരിക. അതായത് അതാ ഞാൻ പറഞ്ഞ US അതായത് അപ്പം US നിയമങ്ങൾ കുറച്ച് ഡിഫറെന്റാ. എടാ അത് നിയമത്തിലുള്ളതാ. വർക്കിന് വേണ്ടി പോണെന്നുള്ള എന്തോ ഒരു പരിപാടിയുണ്ട്. ആ ക്ലോസിൽ ഇയാൾ, അതായത് ഇയാളുടെ കൂടെ അപ്പോൾ പോലീസും പോവും. ഈ പോലീസിൻ്റെ ഒക്കെ പൈസ ഇയാൾ കൊടുക്കണം, ഇവരുടെ സാലറി ഹവർലി ബേസിൽ കൊടുക്കണം. അങ്ങനെ എനിക്ക് തോന്നണ ഒരു
$100,000 മുകളിൽ പുള്ളി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും സമയം പുള്ളി പുറത്തായിരുന്നു. 18 മാസം വരുന്ന 13 മാസമേ പുള്ളി സെൻറ്റൻസ് ചെയ്തുള്ളൂ. പുള്ളി 13 മാസം കഴിയുമ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഡിറ്റൻഷനിലായിരുന്നു. പുള്ളിക്ക് ഈ സ്ഥലം വിട്ട് പുറത്ത് പോകാൻ പറ്റില്ല. അതായത് അവരുടെ ഒരു ആൻമാനിലേക്ക് കണ്ടല്ലേ കാലിലൊരു സാധനമൊക്കെ കിട്ടി, അങ്ങനത്തെ പരിപാടില്ല. അപ്പോൾ അതുപോലെ ഡിറ്റൻഷനാണ്. ഇവർക്കൊരു സ്ഥലം വിട്ട് പുറത്ത് പോകാൻ പറ്റില്ല, ഇവർ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ചില പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഉണ്ട് ഈ പുള്ളീനെ പൂട്ടാൻ തുടങ്ങുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ പുറത്ത് പോയി നിൽക്കുമ്പോൾ ഇയാൾ വണ്ടി കയറി ഒളിച്ച് പുറത്ത് പോകും. ഫോളോ ചെയ്ത് പോയിട്ട് ഇവർ ഫോട്ടോ ഒക്കെ എടുക്കും, എന്നിട്ട് ഗവൺമെൻറ്റിന് അയക്കും. ഗവൺമെൻറ് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനുള്ള. അങ്ങനെ ഒരു ദിവസം ഇവർ ഫോളോ ചെയ്ത് പോയി, ഇയാൾ ഹെലികോപ്റ്ററിൽ കയറി അങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ വിളിച്ച് പറയുമ്പോൾ അത് ഗവൺമെന്റ് അയാളുടെ പവറാണ് ഉദ്ദേശിക്കുന്നത്. അതെ, ഇയാളുടെ പ്രൊബേഷൻ ഓഫീസറെ വിളിച്ചു പറയുമ്പോൾ പ്രൊബേഷൻ ഓഫീസർ പറയാനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പവർ. നേരത്തെ നമ്മൾ പൈസേനെ പറ്റി പറഞ്ഞ്, ഇൻഫ്ലുവൻസിനെ പറ്റി പറഞ്ഞ്, പവർ. സോഷ്യോപാത്തിൻ്റെ കയ്യിൽ പവർ വന്നാൽ എന്തുണ്ടാവുന്നുള്ളതാണ്. അയാൾ ഈ ഹെലികോപ്റ്ററിൽ കയറി പോയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കറിയാം. ഈ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അയാൾ ഇപ്പോഴും ചെയ്യണ്ടാവും. അപ്പം അങ്ങനെ ഇരുന്ന് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഈ കേസും ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇവിടെ നടക്കൂല. ആർക്കറിയാം. ഇതുപോലെ സോഷ്യോപാത്ത് പൈസയും കുറേ പവറും ഇൻഫ്ലുവൻസും കൊണ്ട് വന്നാൽ നടക്കൂലെന്ന് അപ്പം അറിയാം, കണ്ടറിയാം. അതിപ്പോൾ US ആൾക്കാർ വന്ന് അങ്ങനെ ഇരിക്കും പറഞ്ഞു ഇതൊന്നും ഇവിടെ നടക്കൂല എന്ന്. നടന്നില്ലേ. ഇവിടെയാണ് ആക്ച്വലി ഒരു ട്വിസ്റ്റ് വന്നത്. അതായത് ഈ വിക്ടിംസൊക്കെ അറിയാനാണ് ഒരു ദിവസം പെട്ടെന്ന് ഈ കേസ് പിന്നെ ട്രയലിന് കൊണ്ടുതന്നെയാണെന്നുള്ളൊരു വിധി തന്നെ. അതായത് ഒരു ജഡ്ജ്, ആ ജഡ്ജിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും നല്ല നട്ടലുള്ള ജഡ്ജ് വന്നിട്ട് ഇത് അങ്ങനെ ഡിനൈ ചെയ്തിട്ട് ഓർഡർ ഇറക്കണം രണ്ടാമത് കേസ് ട്രയലിന് പോകാൻ. അങ്ങനെ രണ്ടാമത് ഈ കേസ് ട്രയലിന് പോകുമ്പോഴാണ് ഇത്ര ആൾക്കാരൊക്കെ വരുന്നു. അതായത് നേരത്തെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരെയും കൊണ്ടുവന്ന്, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് വിളിച്ച് അപമാനിക്കപ്പെട്ടു പോയ ആൾക്കാർ അവരൊക്കെ തിരിച്ച് കോടതിയിൽ വന്ന്, അങ്ങനെ രണ്ടാമത് ഈ കേസ് വന്ന് കോടതിയിൽ പോയി ഈ ജഡ്ജിൻ്റെ ഇതിൽ പുള്ളീനെ ജയിലിലോട്ട് വിടാനായിട്ട് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺവിക്റ്റ് ചെയ്ത് ജയിലിൽ വിടാനല്ല, പുള്ളി സോഷ്യൽ ത്രെറ്റാണ്, അതുകൊണ്ട് പുള്ളിനെ ജയിലിലിടണം, ഈ ട്രയൽ നടക്കണവരെ ജയിലിലിടണം എന്നുള്ളൊരിതിൽ പുള്ളീനെ ജയിലിലോട്ട് കൊണ്ടുപോകാൻ 2019 എന്തോ 2006 2007 ഒക്കെയാണ് ഈ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അപ്പോൾ 10-15 വർഷം നീണ്ടു നിന്നൊരു നിയമ പോരാട്ടം ഇരുന്ന് ആക്ച്വലി ജെഫ്രി എപ്സ്റ്റീനെ ജയിലിലിടാന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് ഇയാൾ ജയിലിലുള്ളപ്പോഴാണ് ഒരു ദിവസം ഒരു ന്യൂസ് തന്നെ ഇയാൾ സൂയിസൈഡ് ചെയ്ത്. അവിടെയാണ് നമുക്കുള്ള ഡൗട്ടുകൾ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ കോൺസ്പിറസീസ് ഉണ്ട്. ഇയാൾ മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഇയാൾ ഡെത്ത് ഫേക്ക് ചെയ്ത് പോയാന്നുള്ളത്, ഇയാളെ കൊന്നതാന്ന് പറയുന്നുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഡെത്ത് ഫേക്ക് ചെയ്യാന്ന് പറഞ്ഞതിനോട് എനിക്ക് തോന്നണില്ല അങ്ങനെ ഒരു സംഭവമാണെന്ന്. പക്ഷേ പുള്ളിനെ കൊന്നതാണെന്നുള്ളതിനോട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതിന് സാധ്യതയുണ്ട് കാരണം ഈ അന്ന് അവിടെ കാവലെന്ന് വെച്ചാൽ പോലീസുകാരില്ലേ, അവര് പറയുന്നത് പുള്ളിക്കാരൻ അന്ന് സൂയിസൈഡ് എന്ന് ഇവര് അവിടെ ഉണ്ടായി, ഒന്നും ശ്രദ്ധിച്ചില്ല, ആരും വന്നു. പിന്നെ രണ്ടാമത് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവര് പറഞ്ഞ് ഇവര് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഇവര് ഉറങ്ങിപ്പോയി, ഗാർഡ്സ് ഉറങ്ങിപ്പോയി. അപ്പൊ അവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അത് കറക്റ്റായിട്ട് മറ്റേ ജോർജ് കുട്ടി എല്ല് മാറ്റാൻ പോകുമ്പോൾ അവിടെ ക്യാമറ ഇല്ല എന്ന് പറഞ്ഞ പോലെ അവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, വേറെ ആരും അറിഞ്ഞിട്ടില്ല, ഇയാൾ തൂങ്ങി മരിക്കുന്നു. പക്ഷെ ഇയാളുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളുടെ ഒരു എല്ല് പൊട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ തൂങ്ങിയാലും പൊട്ടും, അതായത് പക്ഷെ അല്ലെങ്കിലും മറ്റേ കഴുത്തിൽ ഇട്ട് മുറുക്കിയാലും അല്ല, ഇയാൾ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കെട്ടിത്തൂങ്ങണല്ലോ, കെട്ടിത്തൂങ്ങണേലും കൂടുതൽ ഈ മറ്റേ ഡബിൾ ഡെക്കർ ബെഡില്ലേ, ആ ബെഡിന്റെ അവിടെ ഇത് കുരുക്കിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് അങ്ങനെയാണ് തൂങ്ങണത്. പക്ഷെ അങ്ങനെ തൂങ്ങിയൊരു മനുഷ്യന് മരിക്കാൻ പറ്റുമോ? എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയാണ് പുള്ളി മരിക്കണത്. അല്ല, അതായത് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഹാങ് ചെയ്ത് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഒരാൾ കഴുത്തിൽ മുറുക്കി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരവസ്ഥ, നമുക്ക് ശ്വാസം മുടുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ വിടും. മനസ്സിലായില്ലേ? എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളതാണ്. അറിഞ്ഞൂടാ, കോൺസ്പിറസി ആയിട്ടിരിക്കട്ടെ. തട്ടാൻ ആൾക്കാർക്ക് അത്രയും കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫോർ എക്സാമ്പിൾ ഇയാളുടെ വീട്ടിൽ, അതായത് ന്യൂയോർക്കിൽ ഇയാളുടെ വീട്ടിൽ ഒരു റൂമിൽ 18 TV-കളുണ്ട്. പഴയ CRT TV പോലത്തെ TV വെച്ചൊരു റൂമുണ്ട്. ഈ 18 TV എന്താ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ
ബാത്റൂമും ഷവറും അടക്കം എല്ലാ റൂമുകളുടെയും വിഷ്വൽ അതിൽ കാണാം. ബാത്റൂമിൽ ഏത് മറ്റേ പുള്ളിയുടെ ന്യൂയോർക്കിലെ വീട്ടിലെ ഐലൻഡിലാണോ എവിടെ? 2 സ്ഥലത്തുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട്. ഇയാളെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇത്രയും കണക്ഷനെയൊക്കെ എവിടെ നിന്നാണ്, ഇത്രയും പൈസയൊക്കെ എവിടെ നിന്നാണ്. ഇയാളോട് ഈ നേരത്തെ വിർജീനിയ ഒരു കോൺവെർസേഷനിൽ വിർജീനിയയുടെ അടുത്ത് ഇയാൾ ക്യാഷ്വായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ആർക്കും തൊടാൻ പറ്റില്ല, എനിക്ക് അത്രയും കണക്ഷൻസ് ഉണ്ട്, അവരൊക്കെ എനിക്ക് എന്തൊക്കെയോ ചെയ്ത് തരാനുണ്ട് എന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് കത്തണത് ഇത് കാണുമ്പോഴാണ്. ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് പോയവർ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ എല്ലാ ടേപ്പും കാര്യങ്ങളും ഇയാളുടെ ഉണ്ട്. അതെ, എന്തുകൊണ്ട് ഈ എപ്സ്റ്റീൻ ആൾക്കാർ പേടിച്ചിരുന്നു എന്നുള്ളത് അതിൻ്റെ അകത്താണുള്ളത്. ചെറിയ ആൾക്കാരല്ലോ, ഇവരുടെയൊക്കെ എല്ലാ സാധനവും ഇയാളുടെ കയ്യിലുണ്ട്. ആ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിൽ കാണിക്കേണ്ട ഈ സാധനം അതാണ് എല്ലാവരും പുള്ളീനെ ഭയന്ന് നിന്നേച്ചത്. അതെ, അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇവരാരെങ്കിലും തന്നെ ഇരിക്കാം ഇയാളെ തട്ടിയത്, ചിലപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ ആരായാലും തട്ടിയത് ശരിയാണോ അല്ലേ എന്നുള്ള ഡിബേറ്ററാണ്. അവന് നിന്നോട് ചോദിച്ചെന്ത് പറയും? നിന്നോട് ചോദിച്ചെന്ത് പറയും? ഈ ജെഫ്രി എപ്സ്റ്റീനെ തട്ടിയതാണെങ്കിൽ നല്ലതാണോ ചീത്തയാണോ? ഞാൻ അത്ര മറ്റേ പുണ്യമഹാനൊന്നും അല്ല, അവനെ കൊല്ലാണ്ട് തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. അപ്പൊ ഞാനായിരുന്നെങ്കിലും കൊന്നിനി. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു, കൊന്നല്ലേ നന്നായി. പക്ഷെ അവിടെയാണ് അപ്പം നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നൊരു സംഭവം നടന്നത്. അപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ അവസാനം ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ വിക്ടിംസിനും ആക്ച്വലി സങ്കടമാണ് ആവണത്. ആക്ച്വലി അവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഇയാൾ അവിടെ കിടന്ന് നരകിച്ച് ഇവരനുഭവിച്ച പോലെ കുറേ നാളെ ടോർച്ചർ അനുഭവിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. ഇവർക്കൊക്കെ ഇയാളെ കൺഫ്രണ്ട് ചെയ്തിട്ട് തനിക്കെന്നെ ഓർമ്മയുണ്ടോ, തനിക്കെന്നെ ഓർമ്മ കാണില്ല, പക്ഷെ ഞാൻ ഇത്രയും നാൾ തന്നെ ഓർത്തിരുന്നു എന്നുള്ളത് മുഖത്ത് നോക്കി പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതൊന്നും അവർക്ക് പറയാൻ പറ്റിയില്ല. അപ്പം അയാൾ ഇവർ നരകിച്ചതിൻ്റെ അത്ര ഒരു അംശം പോലെ അയാൾ നരകിച്ചില്ല, അയാൾ മരിക്കുകയാണ് ചെയ്തത്. അയാൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ശിക്ഷ അനുഭവിച്ച ആൾ, ഇത്രയും ആൾക്കാരെ ട്രോമറ്റൈസ്ഡ് ആക്കിയ ആളാണ്. അയാൾക്ക് നേരെ മരണമാണ് കിട്ടിയത്, സ്ട്രെയിറ്റ് എസ്കേപ്പ് ആയിരുന്നു. അതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ അവസാനം. ഇവരുടെയൊക്കെ ഒരു ഇതിനുള്ള റിയാക്ഷൻ ഇതായിരുന്നു. ഇവർക്കൊക്കെ സങ്കടമാണ് ആയത് ഇയാൾ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ, ഈ അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക്. കോൺട്രഡിക്റ്റിംഗ് എന്നാണെന്ന് നോക്കണം എത്രത്തോളം. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഒരു മനുഷ്യൻ എത്രത്തോളം ഇങ്ങനൊരു, അതായത് ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോപാത്ത് തന്നെ പറയാം. ഒരു സൈക്കോപാത്തിന് പണവും പവറും ഇൻഫ്ലുവൻസും, ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഏത് എക്സ്ട്രീമിലോട്ട് പോവാം എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മനുഷ്യൻ. അതെ അതെ, ഇതാണ് മെയിനായിട്ട് എപ്സ്റ്റീൻ്റെ സ്റ്റോറി. അതെ, ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെൻ്ററി എനിക്ക് തോന്നുന്നത് 4 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ കാണുന്നില്ല, ഇത് ഒരു കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എപ്പിസോഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതൊരു ഇമോഷണൽ ജേണിയാണ്, അതുകൊണ്ട് കാണേണ്ടവർക്ക് കാണാം. പിന്നെ അതുമാത്രമല്ല, ഇപ്പോഴും എപ്സ്റ്റീൻ ഫയൽസിന്റെ ഓരോ ഫയൽസും റിവീലാക്കി വരുന്നേ ഉള്ളൂ. ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുമായിരിക്കും, നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് മെൻഷൻ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അല്ല, പുള്ളിനെ പറ്റി മെൻഷനിങ് വന്നുകൊണ്ട് പുള്ളിക്ക് തെറ്റുകാരനാണെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. അതെന്തായാലും നേരത്തെ പറഞ്ഞല്ല, ഈ ഇപ്പൊ പുള്ളിയുടെ ആശയങ്ങളുമായിട്ടൊക്കെ ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഹീസ് അവർ പ്രൈം മിനിസ്റ്റർ. അല്ല, അതുകൊണ്ട് മാത്രമല്ല ഈ സംഭവം ഇപ്പൊ ആ സ്ഥലത്ത് പോയി എന്ന് പറയണവര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ആവശ്യങ്ങൾക്ക് ബിസിനസ് മീറ്റിംഗ്സിന് പോയവരുണ്ട് ഒരുപാട്. അപ്പൊ എല്ലാവരും നമ്മൾ ആ ഒരു കണ്ണി കാണേണ്ട ആവശ്യമില്ല. തെളിവ് വരട്ടെ, വന്നിട്ട് കാണാം നമുക്ക്. സത്യമേ. പിന്നെ എല്ലാം ട്രംപ് പുറത്ത് വിടുന്ന അത് പറയാം. അതായത് ഇതിനകത്ത് മെയിൻ കാര്യമാണ്, അതായത് ഇയാളുടെ ഏറ്റവും വലിയ ക്ലോസ് 15 വർഷമായിട്ട് ഫ്രണ്ട്സ് അല്ല. അതെ 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 അതെ. പക്ഷെ അബി ദോസ്തായിരുന്ന ഈ മനുഷ്യനാണ് ഇപ്പോഴത്തെ US-ന്റെ പ്രസിഡന്റ്. ഈ പുള്ളിയാണ് ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിലെ ഫയൽസ് പുറത്തു വിടുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ആൾക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, പുള്ളിയുടെ പേരൊക്കെ വെട്ടിയിട്ട് ഈ അടുത്ത് പുള്ളിയുള്ള എല്ലാം പുള്ളി മുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പുള്ളിക്ക് ഇപ്പൊ ഒരു വജ്രായുധം, അതായത് പുള്ളിനെ ബാക്കിയുള്ളവരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി പുള്ളിക്കൊരു ടൂളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായിരിക്കാം ചിലപ്പോൾ. അതെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സാധനങ്ങളായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ അല്ലാത്തുള്ള വിഷയങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.